ഹലോ ഗൈസ്, അപ്പം നമ്മൾ റൂമൊക്കെ കണ്ടതിന് ശേഷം ഒന്ന് ടി വി വെച്ചു. ടി വി ഒക്കെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, നമ്മളൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും 4 മണി കഴിഞ്ഞോളൂ, ചായ ഒന്ന് കുടിക്കാം. അപ്പോൾ എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം. അപ്പം ഞാൻ ദേ ടീ ബാഗൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കുകയാണ്, വെള്ളം ചൂടാക്കി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചായ നല്ല സൂപ്പർ ചായ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എൻ്റെ ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഇടികട്ട ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ കുടിക്കാണ്ട് വെച്ചു. ചേട്ടനും കുടിച്ചില്ല. ചേട്ടൻ പറഞ്ഞു മര്യാദയ്ക്ക് ബ്ലാക്ക് ടീ ഉണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേന്ന് ചോദിച്ചു. മതിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോവാണ്. പുറത്ത് എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കി വരാമെന്ന് വിചാരിച്ചു. എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം, വ്യൂ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി. പൂളിൻ്റെ ഏരിയയുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ബീച്ച് സൈഡാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂളിൽ ഇറങ്ങാൻ പറ്റണത് സൺസെറ്റ് വരെയാണ്. അപ്പോൾ ഇരുട്ടായ പിന്നെ നമ്മളെ ഇറക്കില്ല, കയറ്റും അവർ. അതുവരെ നമുക്ക് ടൈമുള്ളൂ. പൂളിലായാലും അതുപോലെ തന്നെ ബീച്ച് സൈഡിലായാലും ബീച്ചിൽ ഇറങ്ങാനായാലും പറ്റുള്ളൂ. അപ്പോൾ ഇവന്മാർ ഇവിടെ കളിക്കണ ചെറിയൊരു സ്ഥലമുണ്ട് ഉണ്ണികൾക്ക്. ആ സൈഡിൽ ഊഞ്ഞാലൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് പിന്നെ വെള്ളത്തിൽ തന്നെ ഇറങ്ങിയാൽ മതി, ഇഷ്ടം വെള്ളത്തിൽ ഇറങ്ങാനും കളിക്കാനൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിൽ പോയിട്ട് വെറുതെ ടൈം കളയണ്ട, അത്ര നേരം കളിക്കാമല്ലോ, വെള്ളത്തിൽ കിടന്ന് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം പിന്നെ ടൈം കളയാണ്ട് ഡ്രസ്സ് ഒക്കെ മാറി സെറ്റപ്പിലാണ് വന്നോക്കണം. ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ മെയിൻ എയിമെന്ന് വെച്ചാൽ വെള്ളത്തിൽ കളിക്കുക, ബീച്ചിൽ ഇറങ്ങുക, പൂളിൽ ഇറങ്ങുക. ഇതാണ് മെയിൻ. ഇതിന് വേണ്ടിയിട്ട് റിസോർട്ട് എടുക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട, പക്ഷേ റിസോർട്ട് അത് വേറെ, ഇത് വെള്ളത്തിൽ കളിക്കണ കാര്യം വേറെ. അപ്പോൾ ഞങ്ങൾ ഇവന്മാർക്ക് പൂളിൽ ഇറങ്ങണ്ട, പൂൾ ഇഷ്ടമായില്ല. കുട്ടികളുടെ പൂളുണ്ടായിരുന്നു, വലിയവരുടെ പൂളുണ്ടായിരുന്നു, പക്ഷെ അവർക്കത് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഇതാകുമ്പോൾ വെള്ളത്തിൽ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറക്കി. അവിടെ ബീച്ചിൻ്റെ ആ സൈഡിൽ തന്നെ ഇവിടെ ഉണ്ണികൾക്ക് കളിക്കാനുള്ള സോഫ്റ്റ് മെറ്റീരിയൽ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളിച്ച് ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ നീരാടി. ഭയങ്കര ഇഷ്ടമാണ് ഇവന്മാർക്ക് വെള്ളത്തിൽ കളിക്കാൻ. അതുപോലെ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ കിടപ്പ്. ഭയങ്കര എന്താ പറയുക, ഒരു നല്ല റിലീഫാണ് വെള്ളത്തിൽ കളിക്കുമ്പോൾ കിട്ടണത് കേട്ടോ. പിന്നെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര തിരമാലയുള്ള കടലുകളല്ല അതും. നമ്മുടെ ഇവിടെ യു എയിലൊക്കെ തിരമാലയൊന്നും അധികമില്ല. അതും നൈറ്റൊക്കെ ആകുമ്പോൾ തിരമാല വരുള്ളൂ, അപ്പോഴേക്കും ഇവർ നമ്മളെ കയറ്റും. അപ്പോൾ അതുകൊണ്ട് സേഫുമാണ് ഇവിടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുളിക്കാനും ഇറങ്ങാനൊക്കെ ഇവിടെയാണ് നല്ലത്. നമ്മൾ നാട്ടിൽ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല, എല്ലാവരും അവരവരുടെ തിരക്കുകളിലാണ്. അതുകൊണ്ട് തന്നെ ആരും ജഡ്ജ് ചെയ്യാനുമില്ല. അതും ഒരു റീസൺ ആയിരിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.